അതിവേഗ റെയിൽപാത പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങളിലാണ് വി.ഡി. സതീശൻ സർക്കാർ. പക്ഷേ ഇ. ശ്രീധരൻ സമർപ്പിച്ച റിപ്പോർട്ട് പഠിക്കാൻ നിയോഗിച്ച സമിതി പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ പഴയ പ്രക്ഷോഭകാലം ആവർത്തിക്കുന്ന സ്ഥിതിയുണ്ട്. നയം വ്യക്തമാക്കുകയാണ് പിണറായി സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയ കേരള വിരുദ്ധ സമരസമിതി. സമിതി ഒരു തീരുമാനമെടുക്കാനായിട്ട് 13-ാം തീയതി ആലുവയിൽ വെച്ച് ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യാൻ വേണ്ടി. സ്വാഭാവികമായും നമ്മുടെ യാത്രാ ആവശ്യകതയുമായി പരിഗണിക്കുമ്പോൾ അത് പര്യാപ്തമല്ല. കാരണം സ്റ്റാൻഡേർഡ് ഗേജ് സ്റ്റാൻഡിലോണ എന്ന് പറയുമ്പോൾ നിലവിലുള്ള റെയിൽവേയുമായിട്ട് തന്നെ കണക്ടിവിറ്റി ഇല്ലാതെ വരുന്നു. നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള യാത്ര അത് സാധ്യമല്ലാതെ വരുന്നു. ഇ. ശ്രീധരൻ വാദിക്കുന്ന തൂണിലൂടെയും തുരങ്കത്തിലൂടെയുമുള്ള അതിവേഗ പാതയ്ക്ക് ഭൂമി ഏറ്റെടുക്കൽ വേണ്ട എന്നതാണ്. എന്നാൽ അതുകൊണ്ട് പ്രശ്നം തീരുന്നില്ല. സർക്കാർ പഠിക്കുന്നത് സ്റ്റാൻഡേർഡ് ഗേജ് പദ്ധതിയെക്കുറിച്ചാണ്. മാത്രമല്ല, നിലവിലുള്ള റെയിൽപാതയുമായി ബന്ധിപ്പിക്കുന്നതോ റെയിൽപാത വികസിപ്പിക്കുന്നതോ ആയ പദ്ധതിയല്ല. അതായത് സിൽവർ ലൈൻ പോലെ ഒരു പ്രത്യേക റെയിൽപാത മാത്രമാണ്. അതുതന്നെയാണ് പൊതുജനങ്ങൾക്ക് ഗുണകരമാകില്ല എന്ന എതിർപ്പുയർത്താനുള്ള കാരണവും. പാരിസ്ഥിതിക വിദഗ്ധൻ ശ്രീധർ രാധാകൃഷ്ണൻ സിൽവർ ലൈൻ വിരുദ്ധ പ്രക്ഷോഭത്തിലെ മുൻനിരക്കാരനായിരുന്നു. അതേ ശ്രീധർ രാധാകൃഷ്ണനെ ഈ പദ്ധതി പഠിക്കാനുള്ള കമ്മിറ്റിയിൽ വെച്ചത് ശരിയായ തീരുമാനമെന്ന് പ്രക്ഷോഭം നയിച്ചവർക്ക് ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ശ്രീധർ രാധാകൃഷ്ണൻ ഇ. ശ്രീധരൻ മുന്നോട്ട് വെച്ച ഹൈസ്പീഡ് റെയിൽ പദ്ധതിയെ തള്ളിക്കളയുമെന്ന വിശ്വാസത്തിലാണ് കേരള വിരുദ്ധ സമരസമിതി. ഇദ്ദേഹം പാരിസ്ഥിതികമായ വിഷയങ്ങൾ അതിനകത്ത് കൃത്യമായി അദ്ദേഹത്തിൻ്റെ നിലപാട് അവതരിപ്പിക്കുമെങ്കിൽ അത് ഗുണകരമാകും എന്ന ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. ഇ. ശ്രീധരൻ ഒരു പ്രപ്പോസൽ വെച്ചപ്പോൾ ചാടിക്കേറി അതിന് ഒരു തീരുമാനം എടുക്കാതെ ഇങ്ങനെ ഒരു കമ്മിറ്റിയെ വെച്ചത് ഒരർത്ഥത്തിൽ ഒരു ജനാധിപത്യ സമീപനമാണ്. വിഴിഞ്ഞം തുറമുഖത്തിലെ ചരക്ക് കടത്തടക്കമുള്ള ആവശ്യങ്ങൾക്കാണെങ്കിലും പൊതുജനങ്ങളുടെ അതിവേഗ യാത്രാ ആവശ്യങ്ങൾക്കാണെങ്കിലും സ്റ്റാൻഡേർഡ് ഗേജ് ഒട്ടും അനുയോജ്യമല്ല എന്ന നിലപാടിലാണ് കേരള വിരുദ്ധ സമരസമിതി. എന്തായാലും DMRC റിപ്പോർട്ട് പരിശോധിക്കുന്ന സർക്കാർ ഈ റിപ്പോർട്ടിൽ വലിയ പൊളിച്ചെഴുത്ത് നടത്തുമെന്ന ആത്മവിശ്വാസത്തിലാണ് സിൽവർ ലൈനിനെ മുൻപെതിർത്തവരെല്ലാം. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.